കാതികയുടെ ഇന്നത്തെ കഥയിലേക്ക് കൂട്ടുകാർക്കെല്ലാം സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് പഞ്ചതന്ത്രത്തിൽ നിന്നുള്ള ഒരു കഥയാണ്. ഇതിനു മുന്നേ പഞ്ചതന്ത്രത്തിലെ പല കഥകളും കാതികയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കഥ ഒരു മൂർഖന്റെയും 2 കാക്കകളുടെയും കഥയാണ്. നമുക്ക് ഈ കഥയൊന്ന് കേട്ടു നോക്കാം. ഒരിടത്ത് 2 കാക്കകളുണ്ടായിരുന്നു. അവർ സന്തോഷമായി ഒരു മരത്തിന് മുകളിൽ ജീവിക്കുകയായിരുന്നു. അവരവിടെ ജീവിക്കും. അവർ രാവിലെ ഭക്ഷണം തേടി പുറത്തു പോകും. വൈകുന്നേരം തിരിച്ചു വന്ന് അവരുടെ കൂട്ടിൽ ജീവിക്കും. അവരുടെ ജീവിതത്തിൽ ആകെ ഒരേ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണത്? ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു മൂർഖൻ പാമ്പ് ജീവിച്ചിരുന്നു. ആ മൂർഖൻ പാമ്പ് ഈ കാക്കകളെ എപ്പോഴും ശല്യം ചെയ്യുമായിരുന്നു. കാക്കകൾ മുട്ടയിടുമ്പോൾ ഈ മൂർഖൻ പാമ്പ് വന്ന് ആ മുട്ടകളെല്ലാം തിന്നുമായിരുന്നു. അത് കാക്കകൾക്ക് വളരെ വിഷമമുണ്ടാക്കി. എന്താ ചെയ്യുക? മൂർഖനെ പേടിച്ച് മാറി നിൽക്കല്ലേ പറ്റൂ. ഇത് പല പ്രാവശ്യം ആവർത്തിച്ചു. കാക്കകൾ മൂർഖനോട് പറഞ്ഞു, ഒന്നും ചെയ്യരുത്, ഞങ്ങൾ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിക്കോട്ടെ. എന്തിനാണ് ഞങ്ങളെ മുട്ട തിന്നുന്നത്? മൂർഖൻ അതൊന്നും കേട്ടില്ല. 2 പേർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കാക്കകൾ 2 പേരും കുറുക്കച്ചനെ കാണാൻ തീരുമാനിച്ചു. ആ നാട്ടിലെ വലിയ ബുദ്ധിമാനായിരുന്നു നമ്മുടെ കുറുക്കച്ചൻ. കാക്കകൾ നടന്നതെല്ലാം കുറുക്കച്ചനോട് പറഞ്ഞു. കുറുക്കച്ചൻ പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് ഒരു പരിഹാരമുണ്ടാക്കാം. കുറച്ച് ആലോചിച്ച ശേഷം കുറുക്കച്ചൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ കാടിന് പുറത്ത് ഒരു ചെറിയ ഗ്രാമമുണ്ട്. നിങ്ങൾ പറന്നു ചെന്ന് ആ ഗ്രാമത്തിൽ നിന്ന് എന്തെങ്കിലും വിലയുള്ള സാധനം എടുത്തുകൊണ്ട് വരണം. എടുത്തുകൊണ്ട് വന്നിട്ട് ആ മൂർഖന്റെ മാളത്തിന് മുമ്പിൽ ഇടണം. ബാക്കി എന്തു പറ്റുമെന്ന് കണ്ടറിയാം. കാക്കകൾ അത് ശ്രദ്ധിച്ചു കേട്ടു. കുറുക്കൻ പറഞ്ഞ പോലെ പറന്നു ചെന്ന് എന്തെങ്കിലും വിലയുള്ള സാധനങ്ങൾ എടുക്കാമെന്ന് കാക്കകൾ തീരുമാനിച്ചു. അങ്ങനെ കാക്ക പറന്ന് ആൾതാമസമുള്ള സ്ഥലത്തേക്ക് ചെന്നു. അവിടെയെല്ലാം പറന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ കുളിക്കുന്നുണ്ടായിരുന്നു. കുളിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ സ്ത്രീയുടെ വില പിടിച്ച മാല സ്ത്രീ അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. കാക്ക ഒട്ടും സമയം പാഴാക്കിയില്ല. ഇത് തന്നെ ആ വിലയുള്ള സാധനം കാക്ക തീരുമാനിച്ചു. കാക്ക പറന്നു ചെന്ന് ആ മാല തട്ടിയെടുത്തു. കാക്ക മാലയെടുക്കുന്നത് അവിടെ നിൽക്കുന്ന ആൾക്കാർ കണ്ടു. ആൾക്കാരുടനെ കാക്കയെ കല്ലെറിയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും കാക്ക പറന്ന് രക്ഷപ്പെട്ടിരുന്നു. കാക്ക പയ്യെ പറക്കാൻ തുടങ്ങി. ആൾക്കാർ കാക്കയുടെ പുറകെ വരാനും തുടങ്ങി. കാക്ക ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു, ആൾക്കാർ പുറകെ വരുന്നുണ്ടല്ലോ അല്ലേ. അങ്ങനെ പറന്ന് കാക്ക താമസിക്കുന്ന മരത്തിനടുത്തെത്തി. പുറകെ നാട്ടുകാരും എത്തി. കാക്ക എന്ത് ചെയ്തു? ആ കുറുക്കച്ചൻ പറഞ്ഞ പോലെ മാലയെടുത്ത് ആ പാമ്പിന്റെ മാളത്തിന് മുന്നിൽ ഇട്ടു. നാട്ടുകാരെല്ലാം വടിയുമായി ഓടിച്ചെന്ന് വന്നപ്പോൾ അകത്തിരിക്കുന്ന പാമ്പിന് തോന്നി, എന്താ ശബ്ദം, ഒന്ന് ഇറങ്ങി നോക്കണമല്ലോ. അങ്ങനെ പയ്യെ പാമ്പ് ആ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. മാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയതും അതാ വടിയുമായി കുറെ നാട്ടുകാർ നിൽക്കുന്നു. അമ്പട പാമ്പേ, നീയും ഈ മാല എടുക്കാൻ പോവുകയാണോ എന്ന് ഒരു നാട്ടുകാരൻ പറഞ്ഞു. അവർ വടിയെടുത്ത് പാമ്പിനെ തലക്കിട്ട് ഒറ്റയടി. മറ്റുള്ളവരും നോക്കി നിന്നില്ല. എല്ലാവരും വടി കൊണ്ട് പാമ്പിനെ അടിച്ചടിച്ച് ആ പാമ്പ് ചത്തും പോയി. നാട്ടുകാർ മാലയെടുത്ത് തിരിച്ച് വീട്ടിലേക്കും പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് 2 പേര് മരത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. ആരാണത്? നമ്മുടെ കാക്കകൾക്ക് സന്തോഷമായി. അവർ പിന്നീട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടാക്കി സന്തോഷമായി ജീവിച്ചു. പഞ്ചതന്ത്രത്തിൽ നിന്നുള്ള ഈ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കഥയുമായി കാതിക വീണ്ടും നാളെ. നന്ദി, നമസ്കാരം.